ഹായ്, എൻ്റെ പേര് റിയാസ് എന്നാണ്. അപ്പൊ മലയാളി അജ്നബി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 36 വർഷത്തോളം നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവസാനത പോകേണ്ടി വന്നിട്ടില്ലേ ഗൾഫിലേക്ക് അജ്നബിയായിട്ട് ഇതാ. അപ്പൊ കൂട്ടിനവിടെ നിന്ന് നമ്മളെ കൂട്ടുകാരനെ കിട്ടി, നമ്മൾ അതേ സെയിം കമ്പനിക്ക് ജോലിക്കായിട്ടുള്ള കമ്പനിക്ക് വന്ന ഒരു സെയിം കൂട്ടുകാരൻ. അപ്പൊ ആദ്യമായിട്ട് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന സീനല്ല മക്കളെ, ടിക്കറ്റ് കിട്ടി കജ്ജി കിട്ടിയതാ. ഇത് കാണുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഈ പ്ലെയിൻ നിർത്തി മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അത് വേറെ രസം തന്നെയല്ലേ. അപ്പൊ നേരെ അതിന്റെ ഉള്ളിൽ കയറി ഫുള്ള് വീഡിയോ എടുത്ത് ഏതായാലും ആദ്യമായിട്ട് കയറുമ്പോ ആ ഒരു എന്താ പറയാ ആകാംക്ഷ ഉണ്ടാവില്ല, ആകാംക്ഷയിൽ തന്നെയാണ് വണ്ടി കയറിയത്. ആകാശത്തിന്റെ മേലിങ്ങനെ പൊട്ട വിട്ട് കിടക്കണം വിമാനത്തിന്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കയറില്ല. അപ്പൊ ടിക്കറ്റ് ഒക്കെ വിരിച്ചതാ അതിന്റെ ഉള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചില്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാനും വീഡിയോ എടുത്ത് ഏതായാലും അതിൽ മലയാളി അജിനബീസ് പ്രവാസികളായ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക. ജനലിന്റെ അടുത്ത് കിട്ടണം തന്നെ വാശി പിടിച്ചു. അവസാനം ബാക്കിൽ സീറ്റ് കാലിയെന്ന്, അപ്പൊ അവിടെ പോയി കുത്തിയിരുന്നു. അപ്പൊ നമ്മ കൂട്ടുകാരനെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിച്ചേണ്ടതാ. നമുക്ക് കാഴ്ചകൾ കാണേണ്ട എന്തായാലും മണലാരണ്യത്തിന്റെ കാഴ്ചകൾ ഇതാ ഇറങ്ങാൻ പോകാറില്ല മക്കളെ. കുവൈത്തിലോട്ടാണ് ഈ പോണത്. അതാ മരുഭൂമിയുടെ കാഴ്ചയാണ്, വിമാനത്തിലുള്ള കാഴ്ച. അങ്ങനത്തെ കാഴ്ചകൾ വേറെ കണ്ടിട്ടുള്ള ഒരുപാട് എടുത്തിട്ടുണ്ട് വീഡിയോ. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ്, വേറെ ഒരു വീഡിയോ ആയിട്ട്. അപ്പൊ ഇതാ നേരെ കറങ്ങി തിരിഞ്ഞ് മണലും കടന്നതാ കാഴ്ചകൾ ഇതിങ്ങനെ കടന്നതോ മണലിന്റെ ആറ്റം കണ്ട് അടിയിലേക്ക് എത്തി. അതല്ല കുവൈത്ത് വിമാനത്താവളത്തിൽ എത്തിയെന്ന് എന്തായാലും. അപ്പൊ അവിടെ ഇറങ്ങുക അതേ സീനതാ. വിമാനം ചെറുതായിട്ട് ഇങ്ങനെ മൂവായി അവിടെ ഇറങ്ങാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതാ വണ്ടി നിന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് ഇറങ്ങിയത് അടുത്ത ബസ് കയറി എയർപോർട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോ ഇതിലും കിട്ടില്ല വീഡിയോ വരുമ്പോൾ. ഓക്കെ, ബൈ.